ഭർത്താവിനെ കൊല്ലാൻ കാമുകനൊപ്പം ഭാര്യയുടെ ഗൂഢാലോചന. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയും. രാജസ്ഥാനിലെ അൽവാറിലാണ് സംഭവം. അൽവാറിലെ ICICI ബാങ്കിന്റെ റീജിയണൽ മേധാവിയായിട്ടുള്ള കർണവ് ഖാത്രിയെ കൊല്ലാനാണ് അയാളുടെ ഭാര്യ ഗൂഢാലോചന നടത്തിയത്. പോലീസ് ഭാര്യയെയും അവളുടെ കാമുകനെയും അറസ്റ്റ് ചെയ്തു. ഈ കർണവ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 2018 അർച്ചന അറോറ എന്ന 30-കാരിയെയും ഇയാൾ വിവാഹം കഴിച്ചത്. ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. 2025 സെപ്റ്റംബറിൽ അവളുടെ ആഭരണങ്ങളും 5 ലക്ഷം രൂപയും എടുത്തുകൊണ്ട് ഇവൾ കാമുകനായിട്ടുള്ള ഋഷഭ് ശർമ്മയ്ക്കൊപ്പം പോയി. ഇളയ കുഞ്ഞിനെയും അവൾ കൂടെ കൊണ്ടുപോയി. ഈ ഋഷഭ് കാമുകൻ ഒരു ടാക്സി ഡ്രൈവറാണ്. ഫെബ്രുവരിയിൽ ഋഷഭ് ശർമ്മ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഒരു ടാക്സി സവാരിയിലാണ് അർച്ചന ഈ ഋഷഭ് ശർമ്മ എന്ന ഡ്രൈവറെ പരിചയപ്പെടുന്നത്. അങ്ങനെ യാത്ര പതിവായി. ആ യാത്രകളിലൂടെ അവരുടെ ബന്ധവും വളർന്നു. ജയ്പൂരിലായിരുന്നു കർണവിന്റെ ആദ്യ പോസ്റ്റിംഗ് ബാങ്ക് ഉദ്യോഗസ്ഥനായി. അവിടെ വെച്ചാണ് ഋഷഭുമായി അർച്ചന കൂടുതൽ അടുക്കുന്നത്. ഒരിക്കൽ ജയ്പൂരിലേക്ക് ഋഷഭിന്റെ ടാക്സിയിൽ ഈ കർണവ് യാത്ര ചെയ്തു. അന്നാണ് ഇയാളെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് കർണവ് പറയുന്നു. അത് തെളിയിക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും കർണവ് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പോലീസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. कर्णव खत्री नाम के व्यक्ति ने जो कि एक बैंक में कर्मचारी है, उसने 7/3/2026 को एनईबी थाने में एक रिपोर्ट दी, जिसमें उसने ये कहा कि उसकी पत्नी एवं उस पत्नी का प्रेमी दोनों ही उसको मिलके मारने की साजिश में लगे हुए हैं. अनुसंधान किया गया. अनुसंधान में पाया गया कि जो पत्नी और उसके प्रेमी के बीच में ऑडियो स्क्रिप्ट है, वार्तालाप है, जिसमें वो मारने का षड्यंत्र रचा जा रहा है. वार्तालाप के अंतर्गत इन्वेस्टिगेशन के आधार पर 2 मुलजिम, एक कर्णव खत्री की पत्नी और टैक्सी ड्राइवर ऋषभ शर्मा को गिरफ्तार किया गया और अब वो जुडिशियल कस्टडी में है. ഡിസംബറിൽ അർച്ചനയും ഋഷഭും ഈ കർണവിനെതിരെ ഒരു പീഡന പരാതിയും നൽകി. കുട്ടികളെ അയാൾ ഉപദ്രവിക്കുമായിരുന്നുവെന്നും പോലീസിൽ നൽകിയ പരാതിയിലുണ്ട്. കുട്ടികളുടെ കൈ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചു എന്നാണ് അവൾ നൽകിയ പരാതി. എന്നാൽ പോലീസ് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മൊഴിയെടുക്കുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ. അപ്പോൾ ആ കേസിൽ നിന്ന് അർച്ചന പിൻവലിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അർച്ചന ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒരു ഭീഷണി കത്തയച്ചു. അതിൽ കർണവിനെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. 50 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ കർണവിനെയും അമ്മയെയും കൊന്നുകളയുമെന്നാണ് ആ കത്തിലുള്ളത്. കുട്ടികളെ അനാഥാലയത്തിലാക്കും, കേസിന്റെ വാദത്തിനായി കോടതിയിൽ വരുന്ന ദിവസം തീർത്തു കളയും. ഇങ്ങനെ നീളുന്നു അവളുടെ ഭീഷണികൾ. എന്തായാലും ഈ ഭീഷണിയൊക്കെ ഗുരുതരമായ രീതിയിൽ തുടർന്നപ്പോഴാണ് പോലീസിനെ സമീപിക്കാൻ ഈ കർണവ് തീരുമാനിച്ചത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി. കാമുകനൊപ്പം ചേർന്ന് വളരെ കൃത്യമായിട്ടൊരു ആസൂത്രണം അവൾ നടത്തിയിരുന്നു. ഭർത്താവിനെ തീർക്കുകയും പണം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.